തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ നടന്ന ശക്തി പൂജയിലും മഹാ ആരതിയിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഇന്ത്യൻ പട്ടാളക്കാരുടെ ആത്മശക്തി വർദ്ധിപ്പിക്കാനായാണ് പൂജ സംഘടിപ്പിച്ചത്. പൗർണമിക്കാവ് ക്ഷേത്ര മേൽശാന്തി സജീവൻ ശാന്തിയുടെ കാർമ്മികത്വത്തിൽ 18 പൂജാരിമാരാണ് ശക്തിപൂജ നടത്തിയത്. കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ, ന്യൂഡൽഹി ആർമി ഹോസ്പിറ്റലിലെ ലഫ്റ്റനന്റ് ജനറൽ അജിത് നീലകണ്ഠൻ, RSSന്റെ മുതിർന്ന പ്രചാരകൻ സേതുമാധവൻ എന്നിവർ പൂജയിൽ പങ്കെടുത്തു. മഹാഭാരത യുദ്ധത്തിലെ 18 അക്ഷൗഹിണി പടയുടെ ശക്തി നമ്മുടെ പട്ടാളക്കാർക്ക് കിട്ടാനുള്ളതാണ് ശക്തിപൂജ. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ക്ഷേത്രം ഇത്തരത്തിലൊരു പൂജ സംഘടിപ്പിക്കുന്നത് എന്ന് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. പൗർണമിക്കാവിൽ ഈ പൗർണമി ദിവസത്തിൽ വരാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു അമ്പലത്തിലും ചെയ്യാത്ത ഒരു മഹനീയ കാര്യമാണ് ഇവിടെ നടന്നത്. ഭാരതാംബയെ ദേവിയായി കണക്കാക്കി ഒരു വൻപിച്ച പൂജ ഇവിടെ നടന്നു. ധാരാളം പൂജാരിമാർ, ഒരുപാട് സമൂഹത്തിലെ പ്രാധാന്യമുള്ളവർ, നമ്മുടെ ദേശാഭിമാനികളായ ധാരാളം ജനങ്ങൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഭാരതാംബയെ പൂജിക്കുകയായിരുന്നു. പൗർണമിക്കാവ് ക്ഷേത്രത്തിലെ ശക്തിപൂജയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഇതൊരു ഭാഗ്യമായി കാണുന്നുവെന്നും ലഫ്റ്റനന്റ് ജനറൽ അജിത് നീലകണ്ഠൻ പറഞ്ഞു. പൗർണമിക്കാവ് ദേവിയുടെ സന്നിധിയിൽ എത്താൻ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ മിലിറ്ററി സർവീസിൽ നിന്ന് വിരമിച്ച ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഭാരത് മാതാവിനെ വന്ദിക്കുന്നു. ഇവിടെ വന്നപ്പോൾ ദേവി ഭാരത് മാതാവിൻ്റെ തന്നെ ഒരു സാക്ഷാൽ രൂപമാണെന്ന് തന്നെ നമുക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ പ്രതിസന്ധികളൊക്കെ എല്ലാം നല്ലതായിട്ട് വരാനായിട്ട് നമ്മൾ ഭാരത് മാതാവിൻ്റെ കാണപ്പെട്ട രൂപമായ പൗർണമിക്കാവ് ദേവിയുടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മണ്ണിൽ വന്ന് ആക്രമണം നടത്തിയവർക്ക് തക്കതായ മറുപടി നൽകാൻ സാധിച്ചതായി RSSന്റെ മുതിർന്ന പ്രചാരകൻ സേതുമാധവനും പ്രതികരിച്ചു. നമ്മുടെ മണ്ണിൽ വന്ന് തീവ്രവാദികൾ ആക്രമിച്ച് സ്വന്തം അമ്മമാരുടെയും സഹോദരിമാരുടെയും മുമ്പിൽ വെച്ച് അവരുടെ പുരുഷന്മാരെ അവർ കൊല ചെയ്യുന്നു. ഈ ഒരു കാര്യത്തിന് തക്കതായ മറുപടി കൊടുക്കും എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. അതേ രീതിയിൽ വിദേശ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങളെ കയറി ആക്രമിച്ച് അവിടുത്തെ സാധാരണ ജനങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാകാതെ തീവ്രവാദ കേന്ദ്രങ്ങളെ തകർക്കാൻ സാധിച്ചു. പൂർവ്വ സൈന്യ പരിഷത്ത് ഭാരവാഹികളും പൂജയുടെ ഭാഗമായി. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.